ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പുതിയൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അസുരൻ സ്റ്റോറിയുടെ ലാസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ പുതിയ സ്റ്റോറി തുടങ്ങാം. ഹൃദയസഖി ഭാഗം 1. മകരമാസത്തിൻ്റെ തണുപ്പിൽ വിറച്ച് അവൾ പുതപ്പൊന്നുകൂടി വലിച്ച് തലവഴിയിട്ട് അതിൽ ചുരുണ്ടുകൂടി. കുന്നിൻ മുകളിലുള്ള ഒരു ചെറിയ അമ്പലം. ശിവപാർവതിമാരാണ് അതിൽ പ്രതിഷ്ഠ. അതിൻ്റെ നടയിൽ കൈകൂപ്പി നിൽക്കുന്ന 2 പ്രണയിതാക്കൾ. തൊഴുതുകൊണ്ടവർ പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. തിരുമേനി കൊടുത്ത പ്രസാദത്തിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം എടുത്ത് അവൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. കണ്ണുകൾ അടച്ച് അവൾ അത് സ്വീകരിച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. അമ്മേ, എൻ്റെ നടു. അവൾ നടുവിന് കയ്യും താങ്ങി താഴെ നിന്ന് എഴുന്നേറ്റു. എന്തോ ഓർമ്മ വന്നതുപോലെ നെറ്റിയിൽ തൊട്ടു നോക്കി. ഇല്ല, സിന്ദൂരത്തിൻ്റെ തണുപ്പ് അവിടെയില്ല. ഇന്ന് എന്തായിരുന്നു? ഫ്രഞ്ചോ അതോ സിന്ദൂര തൊട്ടതിന് ശേഷമുള്ള ഫോർഹെഡ് കിസ്സോ? അവളുടെ കോപ്രായം കണ്ട് സച്ചു ഊരയ്ക്ക് 2 കൈയും താങ്ങിക്കൊണ്ട് ചോദിച്ചു. സച്ചുവിൻ്റെ ചോദ്യത്തിന് അവൾ നന്നായൊന്ന് ഇളിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ കഥാനായിക മാളവിക ശങ്കർ. സാന്ത്വനം വീട്ടിൽ ശങ്കരൻ്റെയും ദേവകിയുടെയും 2 മക്കളിൽ ഇളയവൾ. ഡിഗ്രി സെക്കൻഡ് ഇയർ ആണിപ്പോൾ. കയ്യിൽ അത്യാവശ്യത്തിന് കുരുത്തക്കേടെല്ലാം ഉണ്ട്. മൂത്തവൾ ലക്ഷ്മി ശങ്കർ. പേര് പോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുള്ളവൾ. LP സ്കൂൾ അധ്യാപികയാണ്. കഷ്ടം, കുറേ കാലമായല്ലോ സ്വപ്നവും കണ്ട് നടക്കുന്നു. വല്ലതും നടക്കുമോ? സച്ചു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ പോടാ, എന്തിനാടാ മരപ്പെട്ടി നീ എന്നെ ചവിട്ടി താഴെ ഇട്ടത്? മനുഷ്യൻ്റെ നടുപോയി. പിന്നെ സ്വപ്നവും കണ്ട് കിടക്കുന്ന നിനക്ക് ഞാൻ താരാട്ട് പാടിത്തരാം. ദേ സച്ചു, രാവിലെ തന്നെ എന്നെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ, എൻ്റെ തനി കുണം ഞാൻ പുറത്തെടുക്കും. നീ കുണവും പുറത്തെടുത്ത് നിന്നോ. സമയം നോക്കടി പുല്ലേ, 8:30 കഴിഞ്ഞു. നീ ഇന്ന് കോളേജിലേക്കൊന്നും ഇല്ലേ? അവൾ തല ചൊറിഞ്ഞുകൊണ്ട് ഇളിച്ചോ? 9 ആയാൽ ഞാൻ പോകും. പിന്നെ സച്ചു എന്നൊന്നും വിളിച്ച് പുറകെ വന്നേക്കരുത് കേട്ടല്ലോ. എടാ പിണങ്ങല്ലേ, ഒരു 10 മിനിറ്റ്. ദേ പോയി ദാ വന്നു. അതും പറഞ്ഞവൾ ബാത്ത് ടവലും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് ഓടി. അവളുടെ പോക്ക് കണ്ട് സച്ചു ചിരിച്ചു. ഇങ്ങനൊരു പെണ്ണ്. ഈ ചിരിച്ചു മറിയുന്നവനാണ് അവളുടെ ചങ്കും കരളിൻ്റെ കരളുമായ സത്യജിത്ത്. വലിയ വീട്ടിൽ ദേവദാസിൻ്റെയും രുക്മിണി അമ്മയുടെയും 2ാമത്തെ സന്തതി സത്യജിത്ത്. പേരിൽ മാത്രമേ സത്യമൊക്കെ ഉള്ളൂ. സ്വഭാവത്തിൽ തനി കൂതറയാണ്. ഇവനും ആളുവും തമ്മിൽ ഒരു ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ ഭൂമിയിൽ പിറ കൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും ഇവർ ഒരുമിച്ചാണ്. ഇവൻ്റെ മൂത്തത് ശിവജിത്ത്. ആളൊരു ബാങ്ക് ജീവനക്കാരനാണ്. ഇനി വഴിയെ എല്ലാവരെയും അറിയാം. ദേവുമ്മേ, അവൻ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. എന്തിനാണ് രാവിലെ തന്നെ കിടന്ന് അമറുന്നത്? കാസറോൾ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ദേവുമ്മ അവനോട് ചോദിച്ചു. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ചോദിച്ചുകൊണ്ട് അവൻ കാസറോൾ തുറന്നു നോക്കി. ദോശയോ? എന്നാ വേഗം വിളമ്പിക്കോ. അവൻ 2 കൈയും തിരുമ്മിക്കൊണ്ട് കസേരയിലിരുന്നു. ദേവുമ്മ അവന് ദോശയും ചമ്മന്തിയും വിളമ്പി. അവനത് കൊതിയോടെ കഴിച്ചു. ഇന്നെന്താടാ വീട്ടിൽ പലഹാരം? അവൻ അടുത്തിരുന്ന് ചമ്മന്തി വിളമ്പിക്കൊണ്ട് ദേവുമ്മ ചോദിച്ചു. അവിടെ എന്താ ഉണക്കപ്പൊട്ടും പഴവും, അല്ലാതെന്താ അമ്മയ്ക്കുണ്ടാക്കാൻ അറിയുന്നേ? അവൻ പറഞ്ഞുകൊണ്ട് തീറ്റ തുടർന്നു. ഡാ, നീ രാവിലെ തന്നെ എൻ്റെ പെങ്ങൾക്കിട്ട് താങ്ങണ്ട കേട്ടോ. കണ്ണട തുടച്ച് മുഖത്ത് വെച്ച് പറഞ്ഞുകൊണ്ട് ശങ്കർ അങ്ങോട്ട് വന്നു. ഓ, നമ്മളൊന്നും പറയുന്നില്ലേ? പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് വാഷ് ബേസിൻ അരികിലേക്ക് നടന്നു. ഒന്നുകൂടെ കഴിക്ക് സച്ചു, ദേവമ്മ അവനോട് പറഞ്ഞു. മതി ദേവമ്മേ, വയറ് നിറഞ്ഞു. അവരുടെ നേര്യതിൽ തന്നെ കൈയും മുഖവും തുടച്ചുകൊണ്ട് അവൻ അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങി. നീ ഇതെങ്ങോട്ടാ? ശങ്കർ ആയിരുന്നു അത്. പുസ്തകം ഇല്ലാതെ ക്ലാസ്സിൽ കയറ്റില്ല മിസ്റ്റർ, ബാഗ് എടുത്തിട്ട് വരാം, സച്ചു പറഞ്ഞുകൊണ്ട് വേലിക്കരികിലേക്ക് നടന്നു. സച്ചു, ഇതൂടെ കൊണ്ടുപോയിക്കോ, ശിവന് കൊടുത്തേക്ക്. ഞാൻ വരുമ്പോഴേക്കും ആളുവിനോട് റെഡിയായി നിൽക്കാൻ പറ ദേവമ്മ, ഇപ്പം തന്നെ ലേറ്റായി. അതും പറഞ്ഞവൻ നടന്നു. ദേവമ്മ തിരികെ അടുക്കളയിലേക്കും. അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ്. ടേബിളിൽ താളം കൊട്ടിക്കൊണ്ട് മാളു അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ദേവമ്മ ഒരു പാത്രം അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു ഗ്ലാസ് ചായയും. നിനക്കെന്താടി കൊച്ചി അവിടെ വന്ന് എടുത്താൽ? ഒന്നുമില്ലേലും പോത്തുപോലെ വളർന്നില്ലേ? ഇപ്പോഴും കുട്ടിയാന്നാ വിചാരം. ഒരു ദോശ പ്ലേറ്റിലേക്ക് വെച്ച് അതിൽ നിന്നൊരു പീസ് മുറിച്ച് ചമ്മന്തിയിൽ മുക്കി അവളുടെ വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് ദേവമ്മ കപട ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കെൻ്റെ ദേവമ്മ തന്നാലേ വിശപ്പ് മാറൂ, അതാ. രാവിലെ തന്നെ സോപ്പാണല്ലോ, എന്താ ഉദ്ദേശം? തീർത്തും ദുരുദ്ദേശം, മാളു ഒരു പ്രത്യേക ഇനത്തിൽ പറഞ്ഞു. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ശബ്ദം കേട്ടിടത്തേക്ക് 2 പേരും കൂടി നോക്കി. സ്റ്റെയർ ഇറങ്ങി വരുന്ന ലച്ചു. ഇന്നെന്താ മോളെ നേരത്തെ? ദേവമ്മ ചോദിച്ചുകൊണ്ട് ഒരു ദോശ പീസ് കൂടി മാളുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടമ്മേ, അതാ. എന്നാൽ ഞാൻ പോവാ. ബാഗിലേക്ക് ഫോണും എടുത്തു വെച്ചുകൊണ്ട് ലച്ചു മുൻവശത്തേക്ക് നടന്നു. അച്ഛാ, എന്നെ ജംഗ്ഷൻ വരെ ഒന്ന് ആക്കിത്തരുമോ? ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും വൈകും. വാച്ചിലേക്ക് നോക്കി ലച്ചു പറഞ്ഞു.
നിൽക്ക്, ഞാൻ കീ എടുത്ത് വരാം. ശങ്കർ പത്രം മടക്കി അവിടെ നിന്ന് എഴുന്നേറ്റു. അമ്മ, ദേ അച്ഛൻ, ചോദിക്കമ്മ. മാളു അവരോട് കൊഞ്ചി. അടങ്ങ് പെണ്ണെ, പറയാം, അവളുടെ കയ്യിൽ അടിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ശങ്കരേട്ടാ, മാളുവിനൊരു 500 രൂപ വേണമെന്ന്. അതെന്തിനാ ഇപ്പോൾ ഒരു 500? കോളേജ് ഫീസൊക്കെ ഞാൻ അടച്ചതാണല്ലോ, പിന്നെന്താ? ഷർട്ടിൻ്റെ സ്ലീവ് മടക്കിക്കൊണ്ട് ശങ്കർ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല, ദാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നേരിട്ടങ്ങ് ചോദിച്ചോ. അതും പറഞ്ഞ് പാത്രവും എടുത്തിട്ട് ദേവുമ്മ അടുക്കളയിലേക്ക് പോയി. എന്തിനാ വാവേ നിനക്ക് പൈസ? അയാൾ അടുത്ത് വന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അതച്ചേ, കണ്ണന് ബിരിയാണി മേടിച്ചു കൊടുക്കാൻ. ബിരിയാണി മേടിച്ചു കൊടുക്കാൻ മാത്രം എന്ത് പണിയാടി നീ അവനെ കൊണ്ട് ചെയ്യിച്ചേ? അത് എൻ്റെ നോട്ട്സ് എല്ലാം എഴുതിച്ചു, അത്രേ ഉള്ളൂ. അതിനാണ് ആ കുരിപ്പ് ബിരിയാണി വേണമെന്ന് പറഞ്ഞ്. പ്ലീസ് അച്ഛേ, തായോ. അപ്പോൾ ടീച്ചേഴ്സ് നോട്ട് പറയുമ്പോൾ നീ എവിടെയായിരുന്നു? അച്ഛൻ ടെററായി. അത് ഞാൻ ഉറങ്ങിപ്പോയി. പിതാജി, നിങ്ങൾ കളിക്കാണ്ട് പൈസ എടുക്ക്, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചില നഗ്നസത്യങ്ങൾ വിളിച്ചു പറയും. വേണോ? പൊന്നു വാവേ, ചതിക്കല്ലേ. നീ 500 അല്ലേ ചോദിച്ചേ? ഇന്ന് 1000 തന്നെ ഉണ്ട്, വെച്ചോ. പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുത്തുകൊണ്ട് അച്ഛൻ വേഗം സ്ഥലം കാലിയാക്കി. അന്ധഭയം ഇറുക്കട്ടും. അതും പറഞ്ഞ് തുള്ളിച്ചാടി അവൾ സ്റ്റെയർ കയറിപ്പോയി. വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്ത് മുറ്റത്തേക്ക് ഓടി. അവിടെ അവളെ കാത്ത് സച്ചു ഉണ്ടായിരുന്നു. സച്ചു, പോവാം പറഞ്ഞുകൊണ്ട് അവൾ ബൈക്കിൽ കയറാൻ തുടങ്ങിയതും എന്തോ ഓർത്ത പോലെ വീണ്ടും ഇറങ്ങി. അയ്യോ, മറന്നു, ഇപ്പോൾ വരാം പറയലും അവൾ സച്ചുവിൻ്റെ വീട്ടിലേക്ക് ഓടിയത് ഒരുമിച്ചായിരുന്നു. മിക്കവാറും ഇവൾ ഇന്ന് വേടിക്കും, അല്ലെങ്കിൽ ആ പ്രാന്തൻ ഇന്ന് കലിയെടുത്ത് നിൽക്കുക. ഇനി അതിൻ്റെ ഇടയിൽ ഇവളുടെ ഒരു ഉണക്ക റൊമാൻസിൻ്റെ കുറവേ ഉള്ളൂ. സിംഹത്തിൻ്റെ മടയിലോട്ടാണ് മാളു നീ ചെന്ന് ചാടിക്കൊടുത്തത്. സച്ചു ആത്മഗതിച്ചുകൊണ്ട് അവളുടെ നഖമെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം നമ്മുടെ കഥാനായകൻ കലിയെടുത്ത് നിൽക്കുവാണേ. മാളു അവൻ്റെ വീടിൻ്റെ ഉമ്മറത്തോട്ട് കയറി വാതിലിൽ പിടിച്ച് ഉള്ളിലേക്കൊന്ന് എത്തി നോക്കി. അടുക്കളയിൽ നിന്നും ദാസച്ചൻ്റെയും രുക്കു അമ്മയുടെയും സംസാരം കേൾക്കുന്നുണ്ട്. ഹാളിലൊന്നും ആരുമില്ല. ഭാഗ്യം. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ് ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ അകത്തേക്ക് കയറി. മെല്ലെ ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടികൾ കയറി. ശിവന്റെ മുറിയുടെ മുന്നിലെത്തി ഉള്ളിലേക്ക് കടക്കാൻ കാലെടുത്ത് വെച്ചതും ഡി അതൊരലർച്ചയായിരുന്നു. ആ ഗാംഭീര്യ ശബ്ദത്തിൽ അവൾ നിന്ന് വിറച്ചു. കാലടികൾ അടുത്തെത്തിയതും അവൾ തല ചരിച്ചൊന്ന് നോക്കി. എന്താടി ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി? തോളിലൂടെ പുതച്ചിരുന്ന തോർത്തൊന്നുകൂടി മാറിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ശിവ ചോദിച്ചു. പക്ഷെ ആ ചോദ്യമൊന്നും അവൾ കേട്ടില്ല. അവളുടെ നോട്ടമെല്ലാം നനഞ്ഞൊട്ടിയ നിറയെ രോമമുള്ള നെഞ്ചിലേക്കായിരുന്നു. വിരിഞ്ഞ നെഞ്ചിന് ഭംഗി കൂട്ടാനെന്നോണം കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാല. അവളുടെ അടുത്ത് നിന്ന് മറുപടിയൊന്നും കിട്ടാഞ്ഞപ്പോൾ അവൻ അവളെ മറികടന്ന് റൂമിലേക്ക് പോകാൻ ഒരുങ്ങി. ഉടനെ തന്നെ അവൾ അവൻ്റെ ഇടത്തെ കവളിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് താഴേക്ക് ഓടിയിരുന്നു. അവൻ അവളുടെ പിറകെ ഓടാൻ നിന്നെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് റെഡിയാവാനായി പോയി. അവളുടെ ഓട്ടം നിന്നത് സച്ചുവിൻ്റെ അടുത്താണ്. അവളെ കണ്ടതും അവൻ അടിമുടിയൊന്ന് നോക്കി. അവളൊന്ന് ഇളിച്ചു കൊടുത്തു. കയറ് പറഞ്ഞുകൊണ്ടവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കോളേജ് ലക്ഷ്യം വെച്ച് നീങ്ങി. കോളേജിലെത്തിയതും സച്ചു തൻ്റെ കിളിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഗ്രൗണ്ടിലെ ഗാർഡൻ ഏരിയയിലേക്ക് പോയി. ഈ കോഴിത്തരം പിന്നെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് മാളു ക്ലാസ്സിലേക്ക് പോയി. ഫസ്റ്റ് ബെല്ലടിക്കാനുള്ള സമയമായപ്പോഴേക്കും സച്ചു അവളുടെ അടുത്തെത്തിയിരുന്നു. അത് കണ്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു. എന്താടിയിരുന്ന് കിണിക്കുന്നേ? അല്ല, ഇത്ര പെട്ടെന്ന് നിൻ്റെ തീറ്റ കൊടുപ്പൊക്കെ കഴിഞ്ഞു എന്ന് ആലോചിച്ച് ചിരിച്ചതാ. ഇന്ന് കളക്ഷൻ കുറവായിരുന്നു. സച്ചു വിത്ത് ശോകം. അച്ചോടാ, സാരമില്ല, പോട്ടെ. നമുക്കിന്ന് വിമൻസ് കോളേജിൻ്റെ മുന്നിൽ നിന്ന് കളക്ഷൻ പിടിക്കാം. എന്താ? മാള് പറഞ്ഞപ്പോൾ അവൻ മനസ്സിലാവാത്തതുപോലെ ചോദിച്ചു. ടണ്ടടാൻ. കയ്യിലുള്ള 500ൻ്റെ നോട്ട് അവൾ ഉയർത്തി കാണിച്ചു. ഇതെവിടുന്ന് കിട്ടി? വിശ്വാസം വരാതെ നോട്ടിനെ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് സച്ചു ചോദിച്ചു. അതൊക്കെ ഒപ്പിച്ചു, നമുക്കിന്ന് ലഞ്ച് ബ്രേക്കിന് മുങ്ങാം. ഓക്കെ. സച്ചു പറയലും മാഷ് ക്ലാസ്സിലേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു. പിന്നെ ഇടയിൽ സംസാരിച്ച് ഉറങ്ങിയുമെല്ലാം ഉച്ചവരെ അവർ സമയം തള്ളി നീക്കി. ഉച്ചയായതും നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന വിമൻസ് കോളേജിൻ്റെ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോയി. ഫുഡടി കഴിഞ്ഞ് അടുത്തുള്ള മാളിൽ ഒന്ന് ചുറ്റിയടിച്ച് കോളേജ് വിടേണ്ട ടൈം ആയപ്പോഴേക്കും അതിൻ്റെ മുന്നിലെത്തി. ഇന്ന് ഞാൻ പൊളിക്കും, നോക്കിയടി എന്തോരം തരുണിമണികളാണ് വരുന്നേ. സച്ചു ഓരോന്നിൻ്റെയും കളക്ഷൻ എടുത്തുകൊണ്ട് പറഞ്ഞു. മാളു വലിയ താല്പര്യമില്ലാതെ ഫോണിലേക്ക് നോക്കിയിരുന്നു. പിന്നീട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. പെൺപിള്ളേരുടെ കളക്ഷൻ എടുത്തെടുത്ത് നമ്മുടെ സച്ചു സമയം പോയതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയപ്പോൾ സമയം 6 മണിയോടടുത്തിരുന്നു. പേടിച്ചാണ് അവർ അങ്ങോട്ട് വന്നത്. കാരണം കോളേജിൽ നിന്നും ബസ് കിട്ടി വീട്ടിലെത്തുമ്പോഴേക്കും നേരം വൈകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് പോകാൻ ബൈക്ക് വാങ്ങിക്കൊടുത്തത്. എന്നിട്ടും നേരം വൈകുക എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ വല്ലതും നടക്കും. ബൈക്കിൽ നിന്നിറങ്ങി തൻ്റെ വീട്ടിലേക്ക് പോകാൻ നിന്ന മാളുവിനെ അവൻ തടഞ്ഞു.
ഡീ നിൽക്ക്, ഞാനും വരുന്നു. ആ കാലനകത്തുണ്ട്. താൻ്റെ കാർ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് അവിടേക്ക് പോയാൽ ശരിയാവത്തില്ല. എന്നാ വാ. രണ്ടുപേരും തോളിലൂടെ കൈയിട്ടുകൊണ്ട് മാളുവിൻ്റെ വീട്ടിലേക്ക് നടന്നു. രണ്ടുപേരുടെയും വീട് ഒരു മുറ്റത്ത് തന്നെയാണ്. ഇവരുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹമാണ് മക്കളെല്ലാം ഒരിടത്ത് തന്നെ ഒരുമിച്ച് വേണമെന്നുള്ളത്. സച്ചുവിൻ്റെ അച്ഛന് ബന്ധുക്കളൊന്നുമില്ല. കോളേജിൽ വെച്ച് രുക്മിണിയമ്മ പ്രേമിച്ച് കെട്ടിയതാണ് അങ്ങേരെ. ഇവരുടെ മൂത്തത് ഒരു ചേട്ടൻ കൂടിയുണ്ട്, മാധവൻ, പിള്ളേരുടെ എല്ലാം വല്യമ്മാവൻ. ആൾ കല്യാണമൊന്നും കഴിക്കാതെ തീർത്ഥാടനം എന്നും പറഞ്ഞ് ലോകം മുഴുവൻ കറങ്ങലാണ് പണി. ഇടയ്ക്കിടയ്ക്ക് അനുജനെയും അനിയത്തെയും കാണാൻ വരാറുണ്ട്. വീടിനകത്തേക്ക് കയറിയതും സച്ചുവിൻ്റെ പിന്നിൽ അടി വീണത് ഒരുമിച്ചായിരുന്നു. എന്താ നടന്നതെന്ന് ആലോചിക്കുന്നതിന് മുന്നേ മാളുവിനും കിട്ടിയിരുന്നു കനത്തിലൊന്നും. മൂടും തിരുമ്മി രണ്ടും മുന്നിലേക്ക് നോക്കിയതും വടിയും പിടിച്ചുകൊണ്ട് കട്ടക്കലിപ്പിൽ നിൽക്കുന്ന നമ്മുടെ ശിവ. ചുറ്റും മറ്റുള്ളവരും ഉണ്ട്. രണ്ടുപേരും അകത്തേക്ക് മെല്ലെ വലിയാൻ നോക്കിയതും ശിവയുടെ ചോദ്യം എത്തിയിരുന്നു. എവിടെയായിരുന്നു രണ്ടും കൂടി ഇത്ര നേരം? രണ്ടാളും മുഖത്തോട് മുഖം നോക്കി എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ലച്ചുവിന് കാര്യം മനസ്സിലായി. അവൾ ചിരി കടിച്ചു പിടിച്ചു. അത് ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. രണ്ടാളുടെ ഒരുമിച്ചുള്ള വ്യത്യസ്ത ഉത്തരം കേട്ട് ശിവയൊന്ന് നെറ്റിച്ചുളിച്ചു. വീണ്ടും അടി തുടങ്ങി. രണ്ടാളും നിന്ന് തുള്ളി. അയ്യോ, ഇനി അടിക്കില്ലെന്ന് പറ അമ്മ. വേദനയുടെ ഇടയിലും അവർ അലറിക്കൊണ്ടിരുന്നു. ഇനി പറ, എവിടെ പോയി രണ്ടാളും ക്ലാസ് കട്ട് ചെയ്ത്? ശിവ വീണ്ടും ചോദിച്ചു. അത് പിന്നെ ഇവന് ചിഞ്ചുവിനെയും മഞ്ജുവിനെയും കാണണമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒന്ന് വിമൻസ് കോളേജിൻ്റെ മുന്നിൽ പോയി നിന്നു, അത്രേ ചെയ്തുള്ളൂ. മാളു പരമാവധി നിഷ്കുവായി പറഞ്ഞു. എടി ദുഷ്ടേ, നീ എന്നെ ഒറ്റിയല്ലേ? സച്ചു അവളെ നോക്കി പല്ലു കടിച്ചു. പക്ഷെ അവൾ അത് ശ്രദ്ധിക്കാത്ത പോലെ തലയും ചൊറിഞ്ഞ് സീലിങ്ങിലേക്ക് നോക്കി. വീണ്ടും ശിവ സച്ചുവിന് നേരെ വടിയൊങ്ങിയതും ശേഖരൻ അത് തടഞ്ഞിരുന്നു. മതിയടാ, പിള്ളേരല്ലേ, ഇപ്രാവശ്യത്തേക്ക് വിട്ടേക്ക്. മാമയാണ് ഇവരെ വഷളാക്കുന്നത്. ആ, ഇനി നീ ഇപ്പോൾ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. ഞാനൊന്നും പറയുന്നില്ല, എന്താന്ന് വെച്ചാൽ ആയിക്കോ. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ശിവ പുറത്തേക്ക് പോയി. ഹോ, രക്ഷപ്പെട്ടു. രണ്ടാളും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. എന്നിട്ട് അവരവരുടെ മുറിയിലേക്ക് പോയി ഫ്രഷായി. ഇരു വീടുകളിലും പ്രത്യേകം മുറിയുണ്ട് ഇവർക്ക്. ഫ്രഷായി വന്നിട്ട് ചായ കുടിക്കാനിരുന്നു. അപ്പോഴേക്കും സച്ചു മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ട്. മാളുവിന് കാര്യം മനസ്സിലായി. എടാ, ഞാനന്നേരം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ. നീ ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. എന്നാ നിന്റെ പഴംപൊരി എനിക്കിതാ. മുതലെടുക്കുവാണല്ലേ, എന്നാ മുണുങ്ങ്. മാളു പറഞ്ഞുകൊണ്ട് അവൻ്റെ വായിലേക്ക് പഴംപൊരി കുത്തിക്കയറ്റി. അവരുടെ കാട്ടുകൂട്ടൽ കണ്ട് അവരെല്ലാം ചിരിച്ചു. ഉച്ചയ്ക്ക് നല്ലോണം വെയിൽ കൊണ്ടതുകൊണ്ട് തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാളു നേരത്തെ തന്നെ ഉറക്കം പിടിച്ചു. അപ്പോഴാണ് ശിവ അങ്ങോട്ട് വന്നത്.